നിങ്ങൾക്ക് അർച്ചന മിസ് ഒരു കഥ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ മിസ്സ് എപ്പോഴും പഠിപ്പിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ, എൻ്റെ കുട്ടികൾക്ക് ഇതുവരെ കഥ പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ മിസ്സ് വിചാരിച്ചു ഇന്നൊരു കഥ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുമ്പം മിസ്സ് ഉണ്ടാക്കിയ കഥയൊന്നും അല്ല, നിങ്ങൾ പണ്ട് മുതലേയുള്ള കഥയാണ്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ അച്ഛനോ അച്ഛമ്മയോ ഗ്രാൻഡ് പാരൻസൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ് മൂവിയിൽ ഫഹദ് ഫാസിൽ പറഞ്ഞ് നിങ്ങൾ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. പക്ഷേ മിസ്സ് പറഞ്ഞ് കേൾക്കാത്തതുകൊണ്ട് മിസ്സായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു കഥ പറയാം. അപ്പോൾ ഈ കഥ എന്ന് പറയുമ്പം നമ്മളുടെ കർഷകൻ്റെയും കഴുതയുടെയും കഥയാണ്. അപ്പോൾ കർഷകൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കർഷകൻ്റെ കഴുതയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഓക്കെ, അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, കഴുത ഒരു കുഴിയിൽ വീഴും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചത് ആദ്യം ഒരു കുഞ്ഞു കുഴിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണ്, അതൊരു വലിയ കിണറായിരുന്നു. ഓക്കെ, അപ്പോൾ കർഷകൻ ആദ്യം പല വഴിക്ക് ശ്രമിച്ചു നോക്കും നമ്മുടെ കഴുതേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ്, രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, കർഷകൻ ആ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം, എൻ്റെ കഴുതേനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും സഹായം തേടും. എല്ലാവരും പല വഴിക്കും ശ്രമിച്ചു നോക്കും. അവസാനം ഈ നാട്ടുകാർ പറയും, ഒരു വഴിയില്ല, ഈ ഒരു കഴുതേനെ നമുക്കിതിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു കിണറെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമായിട്ടിരിക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി മൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കഴുതയെ ഓൾറെഡി വയസ്സാവുകയും ചെയ്തു, എന്താണ് ഈ കഴുതയെ നമുക്കിനി പുറത്തെടുക്കാൻ പറ്റുന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ കഴുതനെ ഈ കുഴിയിലിട്ട് മൂടാം. നിങ്ങളിപ്പോൾ എങ്ങനെയെങ്കിലും ഈ കഴുതനെ പുറത്ത് എത്തിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ്, വൈകാതെ തന്നെ ഈ കഴുത മരിക്കും, കാരണം കുറച്ച് വയസ്സായിട്ടുണ്ടെന്ന് പറയും. കർഷകൻ എന്താണ്, വേറെ വഴിയൊന്നുമില്ല, തൻ്റെ കഴുതനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. കർഷക മനസ്സോടെ സമ്മതിക്കും, കുഴപ്പമില്ലാന്ന്. അപ്പം എന്താ ചെയ്യും, ആൾക്കാരെല്ലാവരും അവരുടെ വീട്ടിൽ എടുത്തു വെച്ചിട്ടുള്ള വേസ്റ്റുകൾ, ഓക്കെ, വേസ്റ്റൊക്കെ വെച്ച് മൂടാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ ഇതൊക്കെ വന്ന് വീഴുന്നത് നമ്മളുടെ പാവം കഴുതയുടെ മുകളിലാണ്. അപ്പോൾ കഴുതയ്ക്കാണെങ്കിലോ വേദന സഹിക്കാൻ വയ്യാതെ കഴുത കരയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കഴുത കരഞ്ഞിട്ട് ഈ ആൾക്കാരത് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, കർഷകനൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും വേസ്റ്റുകൾ ഇടുന്നുണ്ട്, കഴുത കരയും. ഓക്കെ, ആദ്യം കുറേ കരഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇവർ ഈ വേസ്റ്റ് ഇടുന്നുണ്ട്, വേസ്റ്റ് ഇടുന്ന് നിൽക്കുന്നില്ല, കാരണം ഈ കിണർ മൂടണമല്ലോ. അപ്പോൾ വേസ്റ്റ് ഇടുന്നുണ്ട്, പക്ഷേ കഴുതയുടെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ അവരാദ്യം വിചാരിച്ചു എന്താ, കഴുത ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരൊരാൾ കുഴിയിലേക്ക് നോക്കുമ്പോഴാണ് എന്താ ശ്രദ്ധിച്ചത്, കഴുത ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അതെങ്ങനെയാണ്, എയർ ലിഫ്റ്റിംഗ് ഒന്നും ചെയ്തതല്ല. സംഭവം എന്താണ് ഉണ്ടായത്, ഈ നാട്ടുകാരൊക്കെ ഈ വേസ്റ്റ് ഇതിന് മുകളിൽ ഇട്ടപ്പം അത് വന്ന് വീണത് ആരുടെ മുകളിലാണ്, നമ്മളുടെ കഴുതയുടെ മുകളിലാണ് അല്ലേ. അപ്പോൾ കഴുത എന്ത് ചെയ്തു, ആദ്യമൊക്കെ കരഞ്ഞു, അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞു. പിന്നെ കഴുതയ്ക്ക് മനസ്സിലായി കരഞ്ഞിട്ട് കാര്യമില്ല, എന്താണ്, ഒരു ഫലവുമില്ല, നമ്മളിനി എന്താണ് നോക്കേണ്ടത്, നമുക്കിതിൽ നിന്ന് കരകയറാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. അപ്പോൾ കഴുത പിന്നീട് അങ്ങോട്ട് കഴുതയുടെ മുകളിൽ വീഴുന്ന ഓരോ വേസ്റ്റും തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ വേസ്റ്റ് വീഴുമ്പോഴും അതെന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ചു. അതിന് മുകളിൽ കയറി ആ കഴുതയുടെ മൂടാൻ വേണ്ടിയിട്ട ഓരോ വേസ്റ്റിൻ്റെ മുകളിലാണ് നമ്മളുടെ കഴുത കയറി ഫൈനലി എവിടെ എത്തിയത്, ടോപ്പിലെത്തിയത്. അങ്ങനെ നമ്മുടെ കഴുത രക്ഷപ്പെട്ടു, കർഷകൻ്റെ ഓടൊപ്പം സന്തോഷമായിട്ട് പോയി അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ട്രാൻസിൽ അത് പറഞ്ഞ കഥയാണ് മിസ്, എന്തിനാണ് ഇപ്പം ഇതേ കഥ തന്നെ പറഞ്ഞ സമയം കളയുന്നത് അല്ലേ. അപ്പം ഇതിലുള്ള കാര്യം എന്താ, ഇപ്പോൾ കഴുതയുടെ മുകളിൽ വേസ്റ്റ് ഇട്ടു അല്ലേ, കഴുതയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെ കഴുത കരഞ്ഞു, പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതേപോലെ തന്നെ നമ്മളെക്കുറിച്ച് പറയാൻ പലരും ഉണ്ടാവും. അപ്പം നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, നിനക്ക് പഠിക്കാൻ പറ്റില്ല, നീ അല്ലെ അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, അവൾക്ക് ഇത്ര മാർക്കുണ്ട്, അവരിത്ര നേരം വരെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്ന് പലരും പറയല്ലേ. അപ്പം നമ്മളിതൊക്കെ കേട്ടിട്ട് ശരിയാ, നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്കിനി ഫുൾ A+ വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിച്ചുകൊണ്ടിരുന്നാലോ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ കഴുത, നമ്മൾ പറയുന്ന ഒരു ബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയുന്ന കഴുത എന്ത് ചെയ്തു, ഈ ഒരു വിഷമങ്ങളുടെയൊക്കെ മുകളിൽ കയറി നിന്നിട്ടാണ് കഴുത എവിടെ എത്തിയത്, ഏറ്റവും ടോപ്പിലേക്ക് ഉയർന്നു വന്നത് അല്ലേ. അപ്പം നമുക്കും ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെക്കുറിച്ച് പറയുന്നത് പലതും ഉണ്ടാകും. നമ്മൾ ആ വിഷമങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെ നമ്മൾ മറികടന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഉയർന്നു വരണം. ഈ നമ്മളെക്കൊണ്ട് പറഞ്ഞ ഓരോരുത്തരും അത് മാറ്റി പറയുന്ന രീതിയിലേക്ക് എത്തണം അല്ലേ. അപ്പം നമുക്കെന്താണ് ഇതിൽ, ഇപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ടത്, SSLCയിൽ നമുക്ക് ഫുൾ A+ വാങ്ങാം. നിങ്ങൾ അറിയും മിസ്സേ കുറേ പ്രശ്നങ്ങളുണ്ട്,
നമുക്ക് ടൈമില്ല, കുറേ പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റി വെക്കാം. അതൊക്കെ പറയാനാണെങ്കിൽ കഴുതയുടെ മുകളിൽ വേസ്റ്റ് വന്ന് വീണതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കഷ്ടപ്പെടാം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാം. ഓക്കെ, അപ്പം നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മേൽ പല എന്താ പറയുക, വേസ്റ്റ് കഴുതയുടെ മുകളിൽ വീണതുപോലെ പലതും നിങ്ങളെ കൊണ്ട് പറയുന്നുണ്ടാവും. നിങ്ങൾക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല, ഫുൾ A+ ഒന്നും കിട്ടാൻ പറ്റില്ല, ആ കുട്ടി അങ്ങനെ പഠിക്കുന്നുണ്ട്, ഈ കുട്ടി ഇവിടെ ചേർന്ന് പഠിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യേണ്ടത്, അതിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് എന്ത് കാണിക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കാണിക്കേണ്ടത്. അപ്പം അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം വിന്നറിൻ്റെ ശക്തി ബാച്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ SSLCക്ക് ഫുൾ A+ തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശക്തി ബാച്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ്സിക്ക് അതൊക്കെ പറഞ്ഞു വന്നത് ഇപ്പോൾ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയാനാണ്. മിസ്സിനെന്താ, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും A+ കിട്ടണം. അപ്പം നിങ്ങളെക്കൊണ്ട് പലതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കെന്താണ്, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഫുൾ A+ വേണം എന്നുള്ളത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പം അതിനിവിടെ താഴെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടെ കളയുക. അല്ലെങ്കിൽ നമ്മുടെ കഴുത തട്ടിത്തെറിപ്പിച്ചതുപോലെ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിന് മുകളിലേക്ക് കയറി നമ്മൾക്ക് പറ്റും, നമ്മൾ ഉയർന്നു വരും എന്നുള്ള നിലയിലേക്ക് എത്താം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളൊരു തീരുമാനം ഇപ്പം എടുക്കുകയാണെങ്കിൽ അതെന്താണ്, നമ്മൾ റിസൾട്ട് കാണുമ്പോൾ ഫുൾ A+ ആയിരിക്കും. നമുക്ക് കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടാവും അല്ലേ, നമുക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് കഷ്ടപ്പെടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ആ തീരുമാനം എടുക്കുക. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം, പക്ഷേ ഞാൻ റെഡിയാണ്, ഞാൻ ഫുൾ A+ വാങ്ങിക്കാൻ റെഡിയാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ എക്സാം വിന്നറിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു തീരുമാനം നമ്മളുടെ പ്രവൃത്തിയിൽ കൂടെ വേണം, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും ഫുൾ A+ കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.